നീ പോണ പൊട്ടാ. നീയും പൊട്ടണെന്ന് ചേട്ടനും പൊട്ടണം. ചേട്ടൻ പറയുന്നോളാ. അപ്പു അയ്യോ ചേട്ടൻ. എടാ അപ്പു, എത്ര നാളെ കണ്ടിട്ടേ? നീ നരച്ചു തുടങ്ങി കേട്ടോ. ബാങ്കിലെ പണിയല്ലടാ, നല്ല ടെൻഷനാ. നിറയൊക്കെ താനെ വരും. നീ എന്താ വന്നപാട് ഇവിടെ വന്നിരിക്കണേ? നമ്മുടെ വീട് പോലെ തന്നെ എനിക്ക് ഗ്രൗണ്ട് മിസ് ചെയ്യാറുണ്ടടാ. നമ്മൾ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് ഇവിടെ അല്ലേ. നീ ഇപ്പോൾ കളിക്കാൻ പോകാറുണ്ടോ? എവിടെ, നീ പോയതോടുകൂടി അതിൻ്റെ ഉഷാറൊക്കെ പോയി. ബാറ്റ് എടുത്ത കാലം മറന്നു. അപ്പോൾ നമ്മുടെ ക്ലബിൻ്റെ ക്യാപ്റ്റൻ ആരായിപ്പോൾ? അത് നമ്മുടെ ഗവാസ്കർ ചന്ദ്രപ്പൻ തന്നെ. നിങ്ങൾക്ക് വിരമിക്കൊന്നും വേണ്ട. ഇത് എത്ര കൊല്ലമായി. ഞാൻ നിന്നോട് ആഷസ് കാണാൻ പോയ കാര്യം പറഞ്ഞില്ലായിരുന്നു? ലോഡ്സിൽ കിട്ടില്ലാനായിരുന്നു. എന്തോ ഒരു ഫീൽ എന്നറിയോ? എൻ്റെ വലിയൊരു ആഗ്രഹമാടാ. നോക്കട്ടെ, അടുത്ത പ്രാവശ്യമെങ്കിലും ഞാനും വരാം. നീ പറച്ചിൽ മാത്രമേ ഉള്ളൂ, നീ വരത്തൊന്നുമില്ല. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു അമ്മേനെയും ഏട്ടത്തിനെയും പിള്ളേരെയൊക്കെ കൂട്ടി വന്ന് അങ്ങോട്ട് വരാൻ. നീ കേൾക്കില്ലല്ലോ. അമ്മ നിനക്ക് അറിഞ്ഞൂടാ, അച്ഛൻ പോയതിനു ശേഷം ആ മണ്ണ് വിട്ട് അമ്മ എങ്ങോട്ടും പോയിട്ടില്ല. വാശിയുടെ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെ. നീ ഇങ്ങനെ ബാക്കിയുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിച്ചു തീർത്തോട്ടോ. പെട്ടെന്നൊരു അച്ഛനങ്ങ് പോയപ്പോൾ നിന്നെ അമ്മ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളടാ പുള്ളി പോയത്. നിങ്ങൾക്ക് പിന്നെ ഞാനല്ല വേറെ ആരെ. എടാ, നീ നിനക്ക് ഇഷ്ടമുള്ള എല്ലാം ചെയ്യും. എനിക്ക് പറ്റാത്തത് നീ ചെയ്ത് കാണുമ്പോൾ എനിക്ക് ഉള്ളിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷമാണ്. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ ചേട്ടാ, സെൻഡി ആക്കുവാണോ നീ? നിന്നെ പോലൊരു ചേട്ടനുണ്ടെങ്കിലേ ആർക്കും എന്ത് അച്ചീവ് ചെയ്യാം. അപ്പം ഇരുട്ടായി തുടങ്ങി. ഇരുട്ടുന്നതിന് മുന്നേ വീട്ടിൽ കയറിയില്ലെങ്കിൽ അമ്മയ്ക്ക് ഇപ്പോഴും ടെൻഷനാണ്. സെക്കൻഡായിട്ട് അടി ഉണ്ടാക്കുന്നത്? അവൻ നിന്നേക്കാൾ മൂത്തതല്ലേ? ആ ചെക്കൻ വെറുതെ എന്നെ ചൊറിഞ്ഞിട്ടാ ഏട്ടാ. കൂടെ നിന്നെ പറ്റിയും പറഞ്ഞു. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു. ഇതിൽ ശീതമുണ്ടല്ലോ, ഞാൻ നല്ല തരും. അമ്മയോട് പറയല്ലേ ചേട്ടാ. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. പ്ലീസ്. ആ കേറി പോവാം. വാ.